ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്ന സൺസ്ക്രീൻ എന്ന് പറയുന്നത് നമ്മുടെ കടലിൻ്റെയും അതിൻ്റെ എൻവിറോൺമെൻറ്റലിനെയും ഏതെങ്കിലും തരത്തിൽ ബാധിക്കുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കിയാലോ. നമ്മുടെ ലക്ഷദ്വീപ് എന്ന് പറയുന്നത് കോറൽസിൻ്റെ ഒരു കൂട്ടമാണെന്ന് പ്രത്യേകം എടുത്തു പറയേണ്ട ആവശ്യമില്ല. ഈ കോറൽസിൻ്റെ സംരക്ഷണം എന്ന് പറയുന്നത് നമ്മൾ ഓരോ ദ്വീപുകാരൻ്റെയും കടമയാണ്, അല്ലെങ്കിൽ അത് നമ്മുടെ നിലനിൽപ്പിൻ്റെ തന്നെ ഒരു പ്രശ്നം. സൺസ്ക്രീനിൽ അടങ്ങിയ ഓക്സിബെൻസോൺ, പോളിഫ്ലൂറോ, അതുപോലെ ആൽക്കൈൻ പദാർത്ഥങ്ങൾ, അതുപോലെ അൾട്രാവയലറ്റ് രശ്മികളെ തടയുന്നതിനോ ആഗിരണം ചെയ്യുന്നതിനോ ചേർക്കുന്ന അൾട്രാവയലറ്റ് ഫിൽറ്ററുകൾ ഇത് പവിഴപ്പുറ്റുകളുടെ ആവാസ വ്യവസ്ഥയ്ക്ക് ഹാനികരമാണ്. ഇവ ജലത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ഫോട്ടോസിന്തസിസ് തടയുകയും പവിഴപ്പുറ്റുകളെ നശിപ്പിക്കുകയും ചെയ്യുന്നു. കൂടാതെ മത്സ്യങ്ങളുടെ ഫലപുഷ്ടിത കുറയ്ക്കുകയും ചെയ്യുന്നു. നമ്മൾ സൺസ്ക്രീൻ ഉപയോഗിക്കുമ്പോൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ ലേബൽ ഈക്കോ ഫ്രണ്ട്ലി ലേബൽ ഉള്ളത് ഉപയോഗിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഈ സൺസ്ക്രീൻ ഉപയോഗിക്കുന്നത് കടലിൽ കുളിക്കാൻ പോകുന്നവരും സ്നോർക്കലിംഗ് ചെയ്യുന്നവരും സ്കൂബ ഡൈവിന് പോകുന്നവരും മാത്രം ശ്രദ്ധിച്ചാൽ മതിയോ? മീൻ പിടിക്കാൻ പോകുന്നവരും ഇല്ല. നമ്മൾ ഈ സൺസ്ക്രീൻ ഉപയോഗിച്ചിട്ട് നമ്മുടെ വീട്ടിൽ വച്ചിത് വാഷ് ചെയ്ത് കളയുകയാണെങ്കിലും ഈ വെള്ളവും ഒഴുകിച്ചെന്നെത്തുന്നത് കടലിലേക്കാണ്. അതും കോറൽ റീഫിൻ്റെ നാശത്തിന് വഴിവെക്കുന്നത് കൊണ്ട് നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ സൺസ്ക്രീനുകൾ. നിങ്ങൾ ആരെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള ഈക്കോ ഫ്രണ്ട്ലി സൺസ്ക്രീൻ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. അതുപോലെ തന്നെ സൺസ്ക്രീൻ ഉപയോഗിക്കാതെ നമ്മുടെ ചർമ്മത്തെ സംരക്ഷിക്കാൻ വേണ്ടി ഏതെങ്കിലും ഹോം റെമഡീസ് ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ അതിൻ്റെ പേരും കൂടി കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. ഇതിൻ്റെ പാർട്ട് 2 വീഡിയോസ് ആയിട്ട് ഈക്കോ ഫ്രണ്ട്ലി സൺസ്ക്രീനെ കുറിച്ചുള്ള ഒരു വീഡിയോ ഞാൻ പിന്നീട് ചെയ്യുന്നതായിരിക്കും. ഹവായിലൊക്കെയുള്ള ചില റിസോർട്ടുകളിൽ UV റേസ് ഒക്കെ നിരോധിച്ചിട്ടുണ്ട്. കരയിൽ ഉള്ളതിനേക്കാൾ ജൈവവൈവിധ്യത്തിന്റെ ലോകമാണ് കടലിന്റെ അടിയിലേത്. ഭൂമിയിലെ ഏറ്റവും മനോഹരമായ ആവാസ വ്യവസ്ഥയാണ് പാവിയപ്പുറ്റുകളുടെ ലോകം. അനേകം കോടി ജീവിക്കുന്നതും മരിച്ചതുമായ കോറൽസിന്റെ കൂട്ടങ്ങൾ കൂടിയാണ് പാവിയപ്പുറ്റ്. പല വർണ്ണങ്ങൾ, പല രൂപങ്ങൾ, പലവിധ ഗുഹകളും ഗർത്തങ്ങളും എല്ലാമുണ്ട്. ഇതിൻ്റെയൊക്കെ സംരക്ഷണത്തിനും നിലനിൽപ്പിനും വേണ്ടി ഞാൻ ഈ ന്യൂ ഇയർ ഇന്നു മുതൽ എൻവിറോൺമെൻറ്റൽ ഫ്രണ്ട്ലി സൺസ്ക്രീൻ ഉപയോഗിച്ചു തുടങ്ങും. അതുപോലെ നിങ്ങളും ഉപയോഗിച്ചു തുടങ്ങുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും എൻ്റെ ഹാപ്പി ന്യൂ ഇയർ.